ഹലോ ഡേസ്, ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ പ്രീവിയസ് ഡേയിലുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടവർക്ക് അത് മനസ്സിലാകും ഇന്നത്തെ ആ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലെവൽസാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഗ്ലോബൽ ലെവൽസിൽ വലിയ മാർക്കറ്റ് ന്യൂസുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മുടെ GSTനെ സംബന്ധിച്ചുള്ള ഇഷ്യൂസുകൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ടീവ് ടോക്കൊക്കെ മോദി സാറിന് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഇന്ന് മാർക്കറ്റ് നല്ലൊരു ഹൈപ്പിലേക്ക് വന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ മോർണിംഗ് ടൈമിൽ നമുക്ക് അറൗണ്ട് 400 നിയർ 350 അബോവ് ആയിരുന്നു ഗ്യാപ്പ് അപ്പ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നിഫ്റ്റിയൊക്കെ എന്ന് പറഞ്ഞാൽ 600, 500 to 600 റേഞ്ചിലേക്കൊക്കെ പോയതിന് ശേഷം പ്രീ മാർക്കറ്റ് ക്ലോസ് ആയത് 350 ആ റേഞ്ചിലേക്കായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഒരു സ്പേസ് നോക്കിയാൽ തന്നെ അറിയാം, നല്ല ഹ്യൂജ് ഗ്യാപ്പാണ് ഈ ഒരു സ്പേസ് കാണുന്നത്. നമുക്ക് നോക്കാം ഇനി അടുത്ത നെക്സ്റ്റ് ഡേയിൽ എന്ത് രീതിയിലാണ് മാർക്കറ്റ് ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു റേഞ്ചിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് അപ്സൈഡിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ ഒരു 25,000 ആ റേഞ്ചിൽ നിന്ന് പിന്നീട് അത് നമുക്ക് ഒരു 200 പോയിന്റിലൊക്കെ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് വരികയാണൊക്കെ കണ്ടുവന്നിരുന്നത്. ഈ ഒരു സെറ്റപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു 1 അവറിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിൽ വന്നാണ് ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത്. മാർക്കറ്റ് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 24,880 റേഞ്ചിലാണ്. ഇപ്പോൾ ഈ മാർക്കറ്റിൽ ഇന്ന് ലാസ്റ്റ് 1 അവറിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായെന്ന് പറഞ്ഞതെന്ന് ചെറിയൊരു ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഗ്രീനിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. 15 മിനിറ്റ്സ് നോക്കുമ്പോഴും നമ്മൾക്ക് അത് ഗ്രീനിലാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ലോ ലെവലിൽ മാർക്കറ്റ് ലോ ബ്രേക്കായി, പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്തില്ല, താഴോട്ട് അപ്സൈഡിലേക്ക് വന്നു. അതിനുശേഷം ബ്രേക്കായി ആ ഒരു ലെവലിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പോൾ ഒരു ബിഗ് ടൈം ഫ്രെയിമിൽ നോക്കുക, നാളത്തേക്ക് ഏത് ട്രെൻഡിലേക്കാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മാർക്കറ്റ് ആക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കൊരു ബിഗ് ടൈം ഫ്രെയിമിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു റേഞ്ച് ഓൾറെഡി മാർക്കറ്റ് വളരെ ഡേയ്സുകൾ ഇവിടെ ട്രേഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ആ ഒരു റേഞ്ചിലേക്ക് വന്ന മാർക്കറ്റ് അവിടെ ഒരു റെഡ് ക്യാൻഡിലാണ് ഉണ്ടായിരിക്കുന്നത്. ഒരു ബിഗ് ഒരു ബോഡി ഷേപ്പ് സൈസ് കുറച്ചതും അതുപോലെ തന്നെ മേളിൽ ഒരു അണ്ടർ പ്രഷറിലുള്ള ഒരു ക്യാൻഡിലാണ് ഇപ്പോൾ ഫോർമേഷൻ ആയിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ നോക്കുമ്പോഴത്തേക്കും മാർക്കറ്റ് ഈ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യേണ്ടതാണ്. നാളെ ഗ്യാപ്പ് ഫില്ലപ്പ് ചെയ്യുമോ അല്ലെങ്കിൽ അത് ഈ വീക്സിൽ ഉണ്ടാകുമോ എന്നുള്ളതല്ല, പക്ഷേ ഒരു ഹൈ റേഞ്ചിലേക്ക് ഒരു 200 പോയിൻറ്റ്സ് കൂടെ എബവ് മാർക്കറ്റ് പോയിന് ശേഷം ഒരു നല്ല റെസിസ്റ്റൻസ് എടുത്ത് വന്നാൽ പിന്നീട് നമുക്ക് ഈ മാർക്കറ്റ് ക്ലോസ് ആകുന്നത് 24,700 ആ റേഞ്ചിൽ താഴേക്കായിരിക്കും. അപ്പോഴേ ഈ മാർക്കറ്റിൽ ഒരു ക്ലോസിങ് നടക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഫിൽ ആവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു റേഞ്ചിൽ നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്ന ഒരു ലെവൽസ് നമുക്ക് നോക്കുകയാണെങ്കിൽ മേജർ ലെവൽസായിട്ട് ഓൾറെഡി ആക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലെവൽസ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ലെവൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ലെവലാണ്. 25,250 ആ റേഞ്ചിലേക്കാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,870 ഒക്കെയാണ്, 870 ഒക്കെയാണ്. പക്ഷേ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് അത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇമ്മീഡിയറ്റ് ആക്ട് ചെയ്യുന്ന ഒരു ലെവൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ച്, അതായത് ഇവിടെ നിന്നൊരു 250 പോയിൻറ്റ്സ് അപ്സൈഡ് നാളെ ഒരു 100ൻ്റെ ഗ്യാപ്പ് അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇല്ലാതെയില്ല. കാരണം ഇത്രയും വലിയ ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിലേക്ക് ഒരു 100 പോയിൻറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സപ്പോർട്ടീവ് ലെവൽ ഏതാണെന്ന് ആക്റ്റീവ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്കിപ്പം ഈ ഒരു റേഞ്ച്, അതായത് ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 24,870 ആണ്. അവിടെ നിന്ന് 100 പോയിൻറ്റ് ഡൗൺ നോക്കുമ്പോഴത്തേക്കും 24,770 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ ആക്ട് ചെയ്യാൻ പ്ലേസ് ഉള്ള ഒരു ട്രേഡ് ചെയ്യാൻ സാധ്യതയുള്ള റേഞ്ച് എന്ന് പറയുന്നത് 25,250 അതുപോലെ തന്നെ 24,770 ആ റേഞ്ചിൻ്റെയൊക്കെ അകത്താണ് നമുക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതൽ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റിൽ നല്ലൊരു മൂവ്മെൻറ്റ്സ് വരുമ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആക്ട് ചെയ്യുന്ന ഈ ലെവൽസ് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ പ്രീവിയസ് ഡേയിലെ ഹിസ്റ്ററീസാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ നമുക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ ലെവൽസ് ഇതൊക്കെയാണ്. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ബാക്കി ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവ് റേഞ്ചിലേക്കാണ് പോയിരിക്കുന്നത്. മിഡ് ക്യാപ്പൊക്കെ ഹൈ ലെവലിലേക്കാണ് ഇന്ന് മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബേസിൽ നാളെ ഒരു ഹൈപ്പ് സൈഡിലേക്ക് വന്ന് അതിനുശേഷം ഒരു നല്ലൊരു ഗ്യാപ്പിൽ ഫിൽ ചെയ്യത്തക്ക വിധത്തിൽ ഒരു 100-150 പോയിൻറ്റ്സിന് ഡൗൺ ട്രെൻഡിലേക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ബാങ്ക് നിഫ്റ്റിയിലെ ലെവൽസ് നമുക്ക് നോക്കാം. നമുക്കാണത് 5 മിനിറ്റ്സ് ആയിട്ടാണ് നോക്കുന്നത്. നമ്മൾ ഡേ ചാർട്ട് ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡേ ചാർട്ടിലെ ക്യാൻഡിൽസിൻ്റെ മൂവ്മെൻറ്റ്സുകൾ നോക്കി നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ലെവൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്ന മാർക്കറ്റ് 55,730 റേഞ്ചാണ്. ഇപ്പം സപ്പോർട്ടീവായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ് 55,540 ആ റേഞ്ച്. അതിനുശേഷം ഇമീഡിയറ്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ വരികയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പറ്റുന്ന ലെവൽസാണ്
56,377. ഇന്ന് ക്ലോസ് ആയിരിക്കുന്നത് 55,734 ഇവിടെ നിന്ന് നമുക്കൊരു 500 മൂവ്മെൻറ്റ്സ് 600 മൂവ്മെൻറ്റ്സിൻ്റെ അപ്സൈഡിലേക്ക് വരാൻ വളരെ സാധ്യത കൂടുതലാണ്. ഇതിൻ്റെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ ഈ ട്രേഡ് ചെയ്ത ഈ റേഞ്ചാണ്, അത് ബ്രേക്ക് ചെയ്താണ് മേളിലേക്ക് പോയിരിക്കുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ വലിയ സപ്പോർട്ട് ഒന്നും പ്രതീക്ഷിച്ച് ഇതിനകത്ത് കിട്ടിയിട്ടില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ്സ് ആയതുകൊണ്ടാണ് നിഫ്റ്റിയും താഴേക്ക് വരാൻ സാധ്യത ഉണ്ടായത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ലെവൽസാണ് കിട്ടിയിരിക്കുന്നത്. ഈ റേഞ്ചിൽ ഈ ഒരു റേഞ്ച് എനിക്ക് ഇതിനകത്ത് അടയാളപ്പെടുത്താൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നാളത്തെ ഒരു മൂവ്മെൻറ്റ്സ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 55,370 തൊട്ട് 55,540 ആ റേഞ്ചിലേക്കൊരു മാർക്കറ്റ് ആ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒരു സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കിയാൽ ഈ ഗ്യാപ്പ് ഫില്ലിങ് ഇവിടെ അനിവാര്യമാണ്. ഇതൊരു 2-3 വട്ടത്തോളം കുറേ ഡേയ്സുകൾ റെസിസ്റ്റൻസ് ചെയ്ത ലെവലാണ്. അത് ബ്രേക്ക് ചെയ്ത് അപ്സൈഡിലേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് നാളത്തെ ഒരു മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് ഡൗൺ വരുമ്പോഴത്തേക്കിന് 55,550 ആ റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ നിന്ന് അപ്സൈഡിലേക്ക് പോകാൻ വളരെയേറെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലെവൽസുകൾ മാർക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഷോർട്സ് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്മോൾ സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ. ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ്. സ്വന്തമായിട്ട് നിങ്ങൾ ചാർട്ട് അനാലിസിസ് ചെയ്ത് മാത്രമേ ട്രേഡ് ചെയ്യാവൂ. ഇതൊരു ബിഗ് റിസ്ക് ഗെയിമാണ്. ഓക്കെ ഗൈസ്, പിന്നീട് ഒരു വീഡിയോ കാണുമ്പോൾ ബൈ ബൈ, താങ്ക് യു.